to my channel and before multivagar. Disclaimer: I am not a registered analyst. This video is intended to pure education purpose and index. Please give with your own due diligence or consultant your financial advisors. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൃഷ്ണ ഡിഫൻസ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഈ കൃഷ്ണ ഡിഫൻസ് സ്റ്റോക്ക് 2025 ഡിസംബർ വരെ SME സ്റ്റോക്ക് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോട്ടിൽ മാത്രമാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുക. ഒരു ലോട്ട് 3000 ക്വാണ്ടിറ്റി ആയിരുന്നു. നമുക്ക് ഇപ്പോൾ NSE-ലോ BSE-ലോ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റി ആണെങ്കിലും 100 ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം വാങ്ങിക്കാൻ പറ്റുന്ന പോലെ വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. SME സ്റ്റോക്സ് ലോട്ട് കണക്കിന് മാത്രമാണ് ഡിസംബർ വരെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസംബർ 30 തൊട്ടിട്ട് മെയിൻ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. NSE ലിസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എനിക്ക് എളിയർ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത് എല്ലാവർക്കും ഇത് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് കൃഷ്ണ ഡിഫൻസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ മുമ്പേ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് തരാമെന്ന് മാത്രമാണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ ഡിഫൻസ് ചെയ്യുന്നത് ഇൻഡിജിയസ് സൊല്യൂഷൻ ഫോർ ഇന്ത്യ ഡിഫൻസ് സെക്ടർ, ഡെലിവറിംഗ് ക്രിട്ടിക്കൽ കോമ്പണൻസ് ഫോർ വാർഷിപ്സ്, സ്പെഷ്യലൈസ്ഡ് ഓക്യുപ്പൻസ് ഫോർ ഇന്ത്യൻ ആർമി സിൻസ് 1997 തൊട്ടിട്ട് ഓൾമോസ്റ്റ് 29 വർഷത്തോളമായിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് വേണ്ട വാർഷിപ്പിലേക്ക് വേണ്ടതും ഇന്ത്യൻ ആർമിക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാന്നുള്ളതാണ് കൃഷ്ണ ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃഷ്ണ ഡിഫൻസിന്റെ മാർക്കറ്റ് പൊസിഷൻ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 1647 കോടി, സ്മോൾ ക്യാപ് കമ്പനിയാണ്. സ്റ്റോക്ക് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 1103 രൂപ, PE റേഷ്യോ 49.5 ആണ്. നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി PE നോക്കുകയാണെങ്കിൽ 58.9 ആണ്. 58.9 വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഇൻഡസ്ട്രി PE ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അണ്ടർ വാല്യൂഷനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ നമുക്ക് 3 year PE ആണെങ്കിലും 5 year PE ആയി നോക്കുമ്പോഴും അതിനും 3 year PE 57.3%, 5 year PE ആണെങ്കിൽ 53.6 ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് അണ്ടർ വാല്യൂഷൻ ആയിട്ട് കാണാൻ പറ്റും. ROC 24.3 വളരെ മികച്ച ROC ആണ്. ROE ആണെങ്കിൽ 18.4 മികച്ച ROC നമുക്ക് കാണാൻ പറ്റും. ഡിവിഡൻഡ് ഈൽഡ് അത്ര കാര്യമായിട്ട് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബിസിനസ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നേവൽ ഡിഫൻസ് ആണ്. ക്രിട്ടിക്കൽ കോമ്പണൻസ് ഫോർ ഇന്ത്യൻ നേവി വാർഷിപ്പ് വിത്ത് ഇൻഡിജീനിയസ് ഡിസൈൻ കപ്പാസിറ്റി. നമുക്ക് ഇന്ത്യൻ നേവിക്ക് വേണ്ട വാർഷിപ്പിന് വേണ്ടി ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഡിസൈൻസും അതിനുവേണ്ട കോമ്പണൻസ് ഒക്കെ സപ്ലൈ ചെയ്യാന്നുള്ളതാണ് കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ആർമി ഓപ്പറേഷൻസ് ആൻഡ് റിക്വയർമെന്റ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് വേണ്ട പ്രൊഡക്ട്സ് ഡിസൈനും ഇവർക്ക് എക്യുപ്മെന്റ്സ് കൊടുക്കുന്ന ഒരു മേഖല കൂടി ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഡയറി സൊല്യൂഷൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുൽപാദന സംരംഭത്തിനൊക്കെ വേണ്ട വെസൽസ് കാര്യങ്ങളൊക്കെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന കൊടുക്കുന്നുണ്ട്. അത് വളരെ ചെറിയൊരു ബിസിനസ്സാണ്. 5% to 5 to 6% ഉള്ളൂ. ബാക്കി 94% ബിസിനസ്സും വരുന്നത് ഇന്ത്യൻ നേവി, ആർമി, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്, ഗോവ, മസഗോൺ ഡോക്ക് പോലുള്ള വളരെ മികച്ച കമ്പനികളിലാണ് ഇവർക്ക് ഓർഡർ കിട്ടാറുള്ളത്. അവരുടെ ക്ലയൻസ് വളരെ വലിയ DRDO, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗോവ ഷിപ്പ്യാർഡ്, മസഗോൺ ഡോക്ക്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് പോലുള്ള വളരെ മികച്ച ക്ലയന്റ് ലൈനാണ് ഇവർക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2024 106 കോടി, FY 24 106 കോടി ഉണ്ടായിരുന്നത് 194 കോടിയായിട്ട് FY 25 മാർച്ചിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റ് സ്ട്രോങ് മാർക്കറ്റ് ഡിമാൻഡ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും 10 കോടി ഓൾമോസ്റ്റ് 10 ഡബിളിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. 10 കോടിയായിരുന്നു 2024 നെറ്റ് പ്രോഫിറ്റ്, അത് 22 കോടിയായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് Q3 റിസൾട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂ 23% ക്വാർട്ടറിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 164% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ 11% നിന്ന് 22% വളരെ മികച്ച ഓൾമോസ്റ്റ് ഡബിൾ ഓപ്പറേറ്റ് പ്രോഫിറ്റ് മാർജിൻ ഡബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്ട്രാറ്റജിക് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡിജിനിയസ് സൊല്യൂഷൻ കൊണ്ട് തന്നെ ഡിഫൻസ് ഇമ്പോർട്ടന്റ് ഡിപെൻഡൻസി അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരു പുതിയ കമ്പനി വാബോ എന്ന് പറയുന്ന ഒരു ഡച്ച് കമ്പനിയായിട്ട് ഇവർ ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ബാക്കി പല കമ്പനികളിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് കുറയ്ക്കാനും ഇൻഡിജീനിയസ് ആയിട്ട് ഇവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് സപ്ലൈ ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഇവർ വാബോ ഡച്ച് കമ്പനിയായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഡെറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 27 കോടിയുടെ ഡച്ച് 1 കോടിക്ക് താഴെയായിട്ട്, 1 കോടി എന്ന പ്രിസൈസിൽ ഇവിടെ എഴുതിയതാണ്. 76 ലക്ഷമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നത്. അവർ മാർക്കറ്റ് ക്യാപ്പ് വെച്ചത് 1654 കോടി. 76 ലക്ഷം എന്ന് പറയുമ്പോൾ അവരെ വളരെ സീറോ എന്ന് പറയാവുന്ന ഡെപ്റ്റാണ്, സീറോ ഡെപ്റ്റാണ് ഇവർക്കുള്ളത്. പ്രോഫിറ്റ് ഗ്രോത്ത് 5 വർഷത്തെടുത്ത് നോക്കുകയാണെങ്കിൽ 96.4% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. 3 വർഷത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 107% CAGR പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് 5 year സെയിൽസ് 51% സെയിൽസ് ഗ്രോത്ത് CAGR 5 വർഷത്തെ. 3 year നോക്കുകയാണെങ്കിൽ 57.7, അതായത് 58% CAGR സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും വളരെ മികച്ച ഒരു സെയിൽസ് ഗ്രോത്ത് ആണ് ഇവർക്കുള്ളത്. 5 year 3 year 1 year പെർസ്പെക്റ്റീവിലൊക്കെ നല്ല സെയിൽസ് ആണ് ഉള്ളത്. എഫിഷ്യന്റ് ഡേറ്റ്സ്, ഡെപ്റ്റർ ഡേയ്സ് നമുക്ക് 93 നിന്ന് 36 കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ മികച്ചൊരു കാര്യമാണ്. കാരണം അപ്പോൾ നമുക്ക് ഡെപ്റ്റർ ഡേയ്സ് വളരെയധികം കുറച്ച് 1/3 ആയിട്ട് കുറയ്ക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ മെയിൻ ബോർഡ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരു SME സെഗ്മെന്റിലായിരുന്നു. അത് നമുക്ക് മെയിൻ ബോർഡിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ PLI ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റീലായിട്ട് ഇവർക്ക് PLI മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ PLI സ്കീം ബെനിഫിറ്റും കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട്. ഈ സ്റ്റീലിന്റെ ഭാഗമായിട്ടുള്ള മാനുഫാക്ചറിംഗ് ഒരു PLI ബെനിഫിറ്റും കൂടി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ജോയിന്റ് JV4 കോമ്പോസിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വെബ് എന്ന് പറയുന്ന ഡച്ച് കമ്പനിയായിട്ട് ഇവർ പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 51:49 റേഷ്യോ ആണ്. 51% കൃഷ്ണ ഡിഫൻസിനും 45% വാബോ ഡച്ച് കമ്പനിക്കാണ് ഇവരെ JV പാർട്ണർഷിപ്പ് ഉള്ളത്.
Companies executed multi-pronged growth strategy, including main board listing, government partnerships for product linked incentive (PLI) scheme, പിന്നെ joint ventures, advanced defense composite manufacturing, advanced defense composite manufacturing അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഈ ബാബ എന്ന് പറഞ്ഞ അവരായിട്ട് ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്യൂച്ചർ ഗ്രോത്ത് കൂടി എൻഷുർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിയർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ 27 എയറോസ്പേസ് ഡിഫൻസ് കമ്പനിയായിട്ട് നോക്കുമ്പോൾ കൃഷ്ണ ഡിഫൻസ് ഷോ സ്ട്രോങ് ഫണ്ടമെന്റൽസ് ROC വിത്ത് 24.3% വേഴ്സസ് മീഡിയൻ 27 കമ്പനിയുടെ മീഡിയൻ എടുക്കുമ്പോൾ 18.7%. അതിനേക്കാളും വളരെ മികച്ച ഒരു CAGR ROCയിലാണ് കൃഷ്ണ ഡിഫൻസ് ഉള്ളത്. അപ്പം ഒരു നല്ല ഒരു മുന്നേറ്റം ഈ കമ്പനിക്ക് ഫ്യൂച്ചറിലും കാഴ്ചവെക്കാൻ സാധിക്കും. മാർജിൻ നമുക്ക് 16% ഡെമോൺസ്ട്രേറ്റഡ്, 16-17% ആവറേജ് മാർജിൻ കീപ്പ് ചെയ്യുന്നുണ്ട് കമ്പനി. അപ്പോൾ ഡെമോൺസ്ട്രേറ്റഡ് ഈ ലാസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ 22%, Q3 റിസൾട്ട് 22% ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയർലി എടുക്കുമ്പോൾ 16-17% ആവറേജ് പ്രോഫിറ്റ് മാർജിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എഫിഷ്യന്റ് ഓപ്പറേഷൻ കോമ്പറ്റേറ്റീവ് സെക്ടർ ഡോമിനന്റ് ബൈ ലൈക്ക് HL PL അപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല ഡോമിനൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കീ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഡൈവേഴ്സ് കമ്പനിക്കുള്ളത് ഓർഡർ ബുക്ക് 1423 മില്യൺ ഓർഡർ ബുക്ക് ഉണ്ട്. ഗവൺമെന്റ് ഫോക്കസ് ഓൺ ഡിഫൻഡ് ഇൻഡിജീനിയസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെ ഡിഫൻസ് സെക്ടറിൽ യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബെനിഫിഷ്യറി കൂടിയാണ് അത്. കൃഷ്ണ ഡിഫൻസ് മാത്രമല്ല, ഇതുപോലുള്ള എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഒബ്വിയസ്ലി നമുക്ക് കൃഷ്ണ ഡിഫൻസിനും അതിൻ്റെതായ ഇൻഡിജീനിയസ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുള്ള ഗ്രോത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്പാൻഡ് കാപ്പബിലിറ്റീസ് നമ്മൾ ജോയിന്റ് വെഞ്ചറിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതോടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി അവർ മുന്നിൽ കണ്ട് അതിന്റെ പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ചെറിയൊരു കൺസേൺ ഉള്ളത് ഓൾമോസ്റ്റ് 10x ബുക്ക് വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 13.4% പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. സ്റ്റിൽ 60% അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ 13% പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും 60% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡെപ്റ്റ് 0 ആണ്. അതേപോലെ തന്നെ റിസർവ്സ് കമ്പനിയുടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സ് കമ്പനി കഴിഞ്ഞ സ്ലോലി ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഹൈ പി ആണ് 49. നോർമൽ നോക്കുമ്പോൾ ഹൈ പി ആണ്, പക്ഷേ ഇപ്പോഴും നമ്മൾ ഇൻഡസ്ട്രി പിന്നേക്കാളും സ്വന്തം 3 year 5 year സ്വന്തം കമ്പനിയുടെ തന്നെ ഈ 3 year 5 year പിന്നേക്കാളും താഴ്ന്ന വാല്യൂഷനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്ക് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ എല്ലാ ഭാഗങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ 3 year 5 year പ്രോഫിറ്റ് ഗ്രോത്ത്, സെയിൽ ഗ്രോത്ത്, TTM സെയിൽസ് ഗ്രോത്ത് എല്ലാം TTM സെയിൽസ് ഗ്രോത്ത് 34% ഉണ്ട്. TTM പ്രോഫിറ്റ് ഗ്രോത്ത് 52% ഉണ്ട്. 3 years സ്റ്റോക്ക് CAGR 99% സ്റ്റോക്ക് 3 year ഓൾമോസ്റ്റ് എല്ലാ 3 വർഷത്തെ CAGR 100% അടുത്താണ്. കഴിഞ്ഞ വർഷത്തെ മാത്രം സ്റ്റോക്ക് പ്രൈസിൽ കിട്ടിയിരിക്കുന്ന 82%. അപ്പോൾ റിസർവ്സ് 11 കോടി ഉണ്ടായിരുന്നത് 152 കോടിയായിട്ട് കമ്പനി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട്. അതുകൂടാതെ സ്ലൈറ്റ്ലി FIS DIS ഈ സ്റ്റേക്ക് ഇംപ്രൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. FIS 0.16%, DIS 1.2% സ്റ്റേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ലോലി ഗ്രാജുവലി FIS ഇതിലേക്ക് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റേക്ക് ആണെങ്കിൽ പോലും അവർ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, DRDO, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRSC, ലാർസൺ ട്രൂപ്രോ, ഈ ഒരു പേര് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വലിയൊരു ക്ലയന്റ് ആയിട്ടുള്ള ലാർസൺ ട്രൂപ്രോ ഇവരുടെ ക്ലയന്റ് ആണ്. കോവ ഷിപ്പ്യാർഡ് ഉണ്ട്, മെസഗാൻ ഡോക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വലിയ ക്ലയന്റ് ലൈൻ ആണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷ്ണ ഡിഫൻസ് ഡെമോൺസ്ട്രേറ്റ് എക്സ്പെഷ്യൽ ഓപ്പറേഷൻ പെർഫോമൻസ് വിത്ത് 96.5% പ്രോഫിറ്റ് CAGR, near zero debt and improving efficiency metric. The company focus on indigenous defense solution to in India's growth defense sector. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഡിഫൻസ് സെക്ടറിന്റെ ഭാഗമായിട്ട് കമ്പനിക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. സ്ട്രോങ് ഫണ്ടമെന്റൽസ് ആണ്. പിന്നെ സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്, മെയിൻ ബോർഡ് മൈഗ്രേഷനിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ന്യൂ പാർട്ട്ണർഷിപ്പിലേക്കും പിന്നെ എന്താ പറയുക ഗ്രോത്ത് മൊമെന്റം ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. പിന്നെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും വലിയ എൻ്റെ ഒരു കൺസിഡറേഷൻ അങ്ങനെ വലിയ വാല്യുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു ഫെയർ വാല്യുവേഷൻ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾ ഇതിനെ നന്നായി പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃഷ്ണ ഡിഫൻസിൽ അലൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ് മീ.